അച്ഛൻ അറിയപ്പെട്ടിരുന്നത് അച്ഛൻ്റെ ഡയലോഗ് ഡെലിവറിയിലൂടെയാണ് കൂടുതലും. അച്ഛൻ്റെ ഫാൻ ഫോളോയിങ് അച്ഛനെ ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു പണ്ട് ഒരു പക്ഷേ ഒരു 60s ഒരു 70s കാലഘട്ടം വരെ സിനിമയിലൊരു വലിയ അളവിൽ കുറച്ച് നാടകീയത ആവശ്യമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടമായിരുന്നു. കാരണം നാടകത്തിൽ നിന്ന് സിനിമയിലേക്കുള്ള പ്രേക്ഷകൻ്റെ ഒരു ട്രാൻസിഷൻ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ കംപ്ലീറ്റ്ലി മാറി നിൽക്കാതെ സാധാരണ പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ കുറച്ച് നാടകീയത പെർഫോമൻസസിൽ സംവിധായകർ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം ആയിരുന്നു 60-70 എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം അച്ഛൻ്റെ ഒരു വരവോടുകൂടി എനിക്ക് തോന്നുന്നു ഈ വളരെ ഈസി ആയിട്ട് ഡയലോഗ് പറയുക, അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ വളരെ കാഷ്വലായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി ഒരു പക്ഷേ അച്ഛൻ്റെ ആ ഒരു സമയം തൊട്ടാണ് ഇങ്ങോട്ട് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് സുകുമാരൻ എന്ന് പറയുന്ന നടനെ ഡയലോഗ് വീരൻ എന്ന് പലരും പറഞ്ഞിരുന്നത്. കാരണം അച്ഛൻ്റെ ഒരു വളരെ ഈസി ആയിട്ട് ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി, വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു രീതി, അതൊക്കെ ഭയങ്കരമായിട്ട് അച്ഛൻ്റെ ആരാധകർ ഏറ്റെടുത്തിരുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി ഒരുപക്ഷെ അത് കാരണമായിരിക്കും അച്ഛന് ഏറ്റവും കൂടുതൽ ഫാൻസ് ആ സമയത്ത് ഉണ്ടായത്. കാരണം ബാക്കിയുള്ള ആക്ടേഴ്സിൽ നിന്ന് വിപരീതമായി ഒരു വ്യത്യസ്ത ശൈലി, ഡയലോഗ് പറയുന്നതിലൊരു വ്യത്യസ്ത ശൈലി പുലർത്തിയ ഒരു നടനാണ് അച്ഛൻ.